into the world, worldly people will look into it and say there are only Paul, the Barnabas, and only worldly people are seated around the meeting. അവർക്ക് പരിശുദ്ധാത്മാവിനെ അറിയില്ല, അവർ പരിശുദ്ധാത്മാവിനെ കാണുന്നില്ല. They do not know anything about Holy Spirit, or they have not seen who is the Holy Spirit there. എന്നാൽ പത്രോസും പൗലോസും ബർണബാസും യൂദയും ശീലാസും ഒക്കെ അവരെ മാത്രമല്ല കാണുന്നത്, അതേ യോഗത്തിൽ അവരുടെ കൂടെ ഒരു വ്യക്തിയായി ആ മീറ്റിംഗിൽ തീരുമാനമെടുക്കുവാൻ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന വ്യക്തിത്വത്തെ, പരിശുദ്ധാത്മാവെന്ന വ്യക്തിയെ അവർ കണ്ടിരിക്കുകയാ. Amen. So here if you look at Paul, Barnabas, the Judah, the Peter, all the ones who are seated inside the meeting have known who is Holy Spirit. They have assumed the Holy Spirit to be a person along with them to understand the discussion and come to a judgmental according to it. അങ്ങനെ അവർ പരിശുദ്ധാത്മാവിനെ കണ്ടത്, അങ്ങനെയാണ് അവർ പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചത്, അങ്ങനെയാണ് അവർ പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് നടന്നത്. It's only because they knew who is Holy Spirit, that is how they walked along with Holy Spirit and understood and followed the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഹിതമായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമായിരുന്നു അവിടെ ഉണ്ടായ തീരുമാനം. ആ തീരുമാനമാണ് അനൗൺസ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനോ ഇത് ഒരുപോലെ തോന്നിയിരിക്കുന്നു. ആ തീരുമാനമാണ് അവർ ഫൈനലായി പ്രഖ്യാപിച്ചത്. It is the will of the Holy Spirit. It is the will of the Holy Spirit that it was told that we all should follow the same pattern. ഹല്ലേലൂയ, ശബ്ദമുയർത്തി കരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. Amen, Jesus, hallelujah. Amen. ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുകയാ. ആ മീറ്റിംഗിൽ ഞാനുണ്ട്, ദീപയുണ്ട്, കുറെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗിൽ നടക്കുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. Let us just imagine that we are all seated here and we are all around in a meeting. ആ മീറ്റിംഗിൽ ഞാൻ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, എനിക്കും ദീപയ്ക്കും ഇതിനകത്ത് ഒരേ അഭിപ്രായമാണെന്ന് അഭിപ്രായത്തെ ഞാൻ പറയുകയാണ്. If pastor would get up and say, me and Deepa, sister Deepa has got the same agreement for this meeting, how do we come across it? ആ അഭിപ്രായം ഒരു മിനിറ്റ്സിൽ ഒരു ബുക്കിൽ അഭിപ്രായം രേഖപ്പെടുത്തി. They will write down this judgment in one book and they are in one accordance in that plan. അത് സൂക്ഷിക്കപ്പെടുന്ന മിനിറ്റ്സ് ബുക്കാ. ആ അഭിപ്രായം എഴുതപ്പെട്ടത്, ആ യോഗം നടന്നതിന്റെ രേഖകൾ സൂക്ഷിക്കപ്പെടുന്ന ഒരു ബുക്കാണത്. Hallelujah, 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 hallelujah. This is a sound unmute ಈಗ. Sound unmute. Okay, ചില സാങ്കേതിക പ്രശ്നം. എല്ലാവരും കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. Hallelujah. Let's all say glory to God. Amen. Jesus, hallelujah. ഈ ട്രാൻസ്ലേഷൻ ചാൻസ് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ ഇത് ആവശ്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഒത്തിരി ആളുകൾ, മലയാള ഭാഷയ്ക്ക് പുറത്തുള്ള ഒത്തിരി ആളുകൾക്ക് ഇത് അനുഗ്രഹമായിരുന്നു. ഈ മെസ്സേജ് യൂട്യൂബിലും ഇത് പിന്നത്തേതിൽ വരും. ഭാഷയ്ക്ക് പുറത്തും ഭാഷയ്ക്കകത്തും പുറത്തുമുള്ള ഒത്തിരി ആളുകൾക്ക് ഇത് പ്രയോജനം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സഹിഷ്ണുതയോടെ ഈ സമയത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇരുന്നേ പറ്റത്തുള്ളൂ. Sorry, there were some disturbances due to network, but then it is understood that many of them are joining apart from the city of Kerala, and there is a need for the translation. അന്ന് യെരൂശലേം കൗൺസിൽ കൂടിയപ്പോൾ ആ മീറ്റിംഗിനെ കുറിച്ചും ആ മീറ്റിംഗിൽ ആരൊക്കെ അഭിപ്രായം പറഞ്ഞു, ആ മീറ്റിംഗിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് ഇതാ 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ ആ ബുക്ക് പരിശോധിക്കുക, ആ ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുക. അതാ ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. This book was written 2000 years ago, and the people, whoever was a part of this meeting, have been discussed in today's meeting is because there was a need of it. ചേർന്ന് ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Let's all say hallelujah. ഇതുപോലെ നിങ്ങളുടെ ഓരോ നിമിഷവും ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ഇതുപോലെ പരിശുദ്ധാത്മാവെന്നൊരു വ്യക്തി എന്റെ കൂടെ ഉണ്ടെന്നും നമ്മൾ ഒരുമിച്ചാണെന്നുമുള്ള അറിവിനകത്ത് നിങ്ങൾ സഞ്ചരിക്കണം.
When we walk in our daily life, all of us should have that in mind, that Holy Spirit is within us. Holy Spirit is walking with us and guiding us throughout our day. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവിന്റെയും ഞങ്ങളുടെയും അഭിപ്രായമാണെന്ന് പറയുമ്പോൾ, ഇപ്പൊ ഞാൻ പറയുക എന്റെയും ദീപയുടെയും അഭിപ്രായം ഇതാണെന്ന് പറയുമ്പോൾ, ഞാനും ആ യോഗത്തിലുണ്ട്, ദീപയും ആ യോഗത്തിലുണ്ട്. അപ്പോസ്തലന്മാരത് അറിയുന്നു. അവര് പറയുന്നു ഞങ്ങളുടെയും പരിശുദ്ധാത്മാവിന്റെ അഭിപ്രായമാ ആ യോഗത്തിൽ ഞങ്ങളുമുണ്ട്, പരിശുദ്ധാത്മാവും ആ യോഗത്തിലുണ്ട്. ഒരു വ്യക്തിയായി ദൈവാത്മാവും ആ യോഗത്തിൽ പങ്കെടുക്കുകയാ. When we look into this, our decisions are happy. Like in this meeting, the pastor and Sister Deepa had a decision that came across. Likewise, in the Bible, when we see Paul, Barnabas, and all the people around, along with Holy Spirit, has taken this decision, and they feel that the decision is approachable. അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണുള്ളത്. There are two important things in this. ഒന്ന്, മൂപ്പന്മാരല്ലാത്ത, അപ്പോസ്തലന്മാരല്ലാത്ത മറ്റൊരു വ്യക്തി കൂടെ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. There is one person who is other than the Barnabas or the Peter or Paul, that is the Holy Spirit in the meeting. അടുത്തത്, ആ പരിശുദ്ധാത്മാവിന്റെ അഭിപ്രായമാണ് ഞങ്ങളുടെയും അഭിപ്രായം. ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും രണ്ട് അഭിപ്രായമില്ല. ദൈവാത്മാവിനും ഞങ്ങൾക്ക് ഒരേ അഭിപ്രായമാ. ആത്മാവിന്റെ ഹിതമാണ് ഞങ്ങളുടെ അഭിപ്രായം. ഹല്ലേലൂയ. The second thing is that even though the Holy Spirit was not a part of them, they decided and they confirmed the decision from the Holy Spirit is our decision too. And we agree with that decision is the second thing. രണ്ട് കരങ്ങളും ഉയർത്തി പറ, പരിശുദ്ധാത്മാവിന്റെ തീരുമാനമായി എന്റെ തീരുമാനം, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമായി എന്റെ ഇഷ്ടം, പരിശുദ്ധാത്മാവിന്റെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായം. ആ കരം ഉയർത്തി എന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. Let us all lift up our hands, say, it is the will of God, it is the will of the Holy Spirit, it is the decision of the Holy Spirit that I am going to follow in our life. ഇന്ന് രാത്രിയിലത്തെ പ്രധാനപ്പെട്ട ചിന്തയിലോട്ട് നമ്മൾ വരികയാണ്. Today we are going to come to the important topic that we are going to discuss. നിങ്ങൾ എല്ലാവരും സ്തോത്രം പറഞ്ഞ ആരാധനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. Let us all say glory to God and worship and sit in His presence. ഒരു അഭിപ്രായം വരുന്നത് അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? We should identify the decision that comes if it is coming from the Holy Spirit or not. ഓ, ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Let's all lift up our hands and say hallelujah. പരിശുദ്ധാത്മാവ് ഏത് രീതിയിലൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? How do we identify what are the kinds of decisions and what are the type of decision is led by the Holy Spirit? ഒരു തീരുമാനം നിങ്ങൾ കേൾക്കുമ്പോൾ, ഒരു അഭിപ്രായം നിങ്ങൾ കേൾക്കുമ്പോൾ അത് ദൈവാത്മാവിൽ നിന്നുള്ളതാണെന്ന്, അത് ദൈവാത്മാവിന്റെ ഇഷ്ടപ്രകാരമുള്ളതാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? How will you identify a decision or an approach whether if it is coming from the Holy Spirit or not? അതാണ് അതേ അധ്യായത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്. We are going to look into it in the same chapter. അതേ അധ്യായം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായം തന്നെ എടുത്താട്ടെ. Let us all take the same chapter, Acts chapter 15. അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ധ്യാനിക്കുമ്പോൾ, if you look into the word from the words 1, അവിടെ ഒരു തർക്കം നടക്കുകയാ. There is a talk that is happening there. എന്താ ആ തർക്കം? What is the dispute there? പൗലോസും ബർന്നബാസും ഒക്കെ വളരെ കഷ്ടം സഹിച്ച്, അടികൊണ്ട്, കല്ലേറുകൊണ്ട്, നിന്ന സഹിച്ചുമൊക്കെ പൗലോസിന്റെ 1-ാം മിഷണറി യാത്രയിൽ അവർ വലിയ ദൈവപ്രവർത്തികൾ, വലിയ വലിയ വിടുതലുകൾ അവരോട് സംഭവിക്കപ്പെട്ട് അത്ഭുതങ്ങൾ നടക്കുകയാ. അവരുടെ ശുശ്രൂഷയിലൂടെ ഒത്തിരി ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. If you look into the chapter words 1, Paul and Barnabas through the first missionary journey had saved many believers, had seen many miracles, and also they have hit by the stones and they have gone through many difficulties. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, എന്റെ കൂടെ നിങ്ങൾ വരണം. Let's all listen with concentration. കുപ്രോസിലും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും ഒക്കെ അതിശക്തമായ സുവിശേഷ പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുക. If you see in verse 3, you can see in Biconia, the Samaria and the Gentiles were being converted through Paul and Barnabas. ജാതികളായ ആയിരക്കണക്കിന് ആളുകൾ യേശുവിനെ അറിഞ്ഞ് യേശുവിൽ വിശ്വസിച്ച് വന്നുകൊണ്ടിരിക്കുക. Thousands of people reported to God and they turned back to God.
ഇതിന്റെ ഇടയിൽ കൂടെ കട്ടി ഉപദേശവുമായിട്ട് ചില ആളുകൾ നുഴഞ്ഞു കയറി. In midst of this, there were few people who brought in difficult things and came in between this. അത് അവിടെ 15-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, if you read from chapter 15, we can see that there were few others teaching difficult things in between these. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ വായിക്കാം. അത് യഹൂദയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ലെന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. If you see in chapter 15 verse 1, it says, some man came from down the Judea to Antioch, and they were teaching, brothers, unless you are circumcised according to the custom taught by Moses, you are not saved. അടുത്ത 2-ാമത്തെ വാക്യത്തിൽ അതിനെ ചൊല്ലി തർക്കമുണ്ടാകുക. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്ക സംഗതിയെ പറ്റി യെരൂശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. If you see in verse 2, this brought the Paul and Barnabas into a very big dispute, and they started debating with them. And at the end, Paul and Barnabas, they went to the elders in Jerusalem, and they brought this up to them. അപ്പൊ ശ്രദ്ധിക്കണം, ഒരു വശത്ത് ഉപദ്രവം സഹിച്ച്, നിന്ന സഹിച്ച്, പട്ടിണി സഹിച്ച്, അടികൊണ്ട്, കഷ്ടം സഹിച്ച് അപ്പോസ്തലന്മാർ ഓരോ സ്ഥലങ്ങളിലും മിഷണറി പ്രവർത്തനങ്ങൾ നടത്തി സുവിശേഷം പറഞ്ഞ ആയിരക്കണക്കിന് ആളുകൾ യേശുവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലൂടെ ചില സെൻട്രൽ പാസ്റ്റർമാര് ചില കട്ടി ഉപദേശം നടത്താന് സുവിശേഷകരെന്ന പേര് പറഞ്ഞ് ചില കട്ടി ഉപദേശവുമായി ഇടക്കോട്ട് നുഴഞ്ഞു കയറുകയാ. If you see Paul and Barnabas with so much of difficulty, so much of insultation from the strangers, and converting many to Christ and sharing the word of God, going through such difficult situations, sharing gospel, there were few others who turned back to them and started disputing them and bringing in negative things among the people of God. അവര് വന്നിട്ട് പറയാ, നിങ്ങൾ ഇതുവരെ രക്ഷ പ്രാപിച്ചിട്ടില്ല. പൗലോസ് പറഞ്ഞു, ബർന്നബാസ് പറഞ്ഞു, നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച സമയം തന്നെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അത് ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ സമയം തന്നെ നിങ്ങൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നു, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇടയിലൂടെ ചില സെൻട്രൽ പാസ്റ്റർമാര് നുഴഞ്ഞു കയറിയിട്ട് പറയുക, ഇല്ല, രക്ഷ പൂർണ്ണമായിട്ടില്ല, നിങ്ങൾ രക്ഷ പ്രാപിച്ചിട്ടില്ല. രക്ഷ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരപ്രകാരം പരിച്ഛേദനയും കൂടെ ഏൽക്കണം, എങ്കിലേ നിങ്ങൾ രക്ഷിക്കപ്പെടത്തുള്ളൂ എന്ന് ഇടക്കൂടത്തിനിടെ കയറി പറയുകയാ. If you see, Paul and Barnabas in their teaching have told them, if you confess your sins through your mouth, you have been saved. But then there were few others like the center pastors who comes in between the church, and they say that you will have to, unless you follow the custom which is taught by Moses, you guys are still not saved. Even though the word of God is clearly teaching people how to be baptized, how to get salvation, there are few other things that is distracting the people from it. നിങ്ങൾ അറിയണം, അനുഷ്ഠിക്കാൻ പ്രയാസമായ കഠിനമായ ഉപദേശം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി സഭ അറിയണം, മറുവശത്ത് പരിശുദ്ധാത്മാവ് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാ. If you identify there are people coming to you and saying that God is not right or teaching against the word of God, do not think about it or do not follow it. You are just making the Holy Spirit feel bad about it. Do not listen to those people. നിനക്ക് അനുഷ്ഠിക്കാൻ പ്രയാസമായ കഠിനമായ ഉപദേശങ്ങൾ നിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. Our Holy Spirit is not a person who will stamp on us and say, you need to follow this or you need to come to this, and will not burden us so much. ചിലര് രക്ഷിക്കപ്പെടാൻ, രക്ഷ പ്രാപിപ്പാൻ വേണ്ടി ചിലരുടെ അഡീഷണൽ ആയ ചില കാര്യം കൂടെ ചിലരുടെ കയറി ആഡ് ചെയ്യും. There are many people who will add so many things extra for us to believe the Holy Spirit, or add few extra things to deviate our mind from it.
യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും യേശു എന്നെ വിടുവിക്കാൻ എന്റെ സൗഖ്യത്തിന് വേണ്ടി എന്റെ പാപത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു എന്നും യേശു മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റു എന്നും യേശു ഇന്നും ജീവിക്കുന്നെന്നും യേശു ഇനിയും എന്നെ ചേർക്കാൻ വരുമെന്നോ ആര് അറിയുന്നു ആര് വിശ്വസിക്കുന്നു അത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാതുറം ഏറ്റു പറയുന്നു ആ നിമിഷം തന്നെ ഒരു വ്യക്തിയുടെ രക്ഷ പൂർണ്ണമായിരിക്കുക അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക People who confess the Lord Jesus as our Savior and believe in Jesus Christ and believe in the death of Jesus Christ and believe that He is risen from death, from the cross for all of our sins. If you believe and confess and talk about it, you are saved. അവന് പിന്നെ ഒരു പ്രമാണവും ഒരു കൽപ്പനയും പിന്നെ അഡീഷണൽ ആയിട്ട് ഈ രക്ഷിക്കപ്പെടാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് പിന്നെ വേണ്ട ആ നിമിഷം തന്നെ അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക അത് വിശ്വസിക്കുന്ന നാഴികയിൽ തന്നെ രക്ഷ സംഭവിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക If you believe and confess with our mouth, we are already saved. We do not need any additional thing to be saved, or we do not need to get any other additional things to know that we are already saved by the Spirit. നീ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല ഇങ്ങനെയും കൂടെ ചില കാര്യങ്ങൾ ചെയ്താലേ രക്ഷ പൂർണ്ണമാകത്തുള്ളെന്ന് ചില കാര്യങ്ങൾ നിരത്തി ചില ആളുകൾ ഉപദേശവുമായി വരുമ്പോൾ സഭ അറിയണം ഒരു വശത്ത് പരിശുദ്ധാത്മാവെന്ന വ്യക്തി കരഞ്ഞുകൊണ്ടിരിക്കുക ദുഃഖിച്ചുകൊണ്ടിരിക്കുക When you're already attained that salvation by confessing our sins and confessing it from our mouth, you do not need anything additional. But there might be people who are coming to you saying that you still need to do other things. You need to do this to attain the salvation. There can be so many deviations that will come to you, but then do not get deviated from all these things. Look unto God and believe only in the Holy Spirit. രക്ഷയുമായി കണക്ട് ചെയ്ത് അഡീഷണലായി കൂട്ടിച്ചേർക്കപ്പെട്ട ഉപദേശങ്ങൾ സഭയിൽ നിന്നും ദൈവജനത്തിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അത് കണ്ട് പരിശുദ്ധാത്മാവ് സന്തോഷിക്കും We pray that anything that is deviating the salvation, let it go away from the people, from the church right now. ഹല്ലേലൂയ എനിക്ക് എല്ലാവരും ഒന്ന് സ്ക്രീൻ മാറ്റി നോക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് പറ്റത്തില്ല ഹല്ലേലൂയ എല്ലാവരും ഈ വചനത്തിൽ ആമേൻ സന്തോഷിക്കുന്നു ആരാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാ Hope everybody is listening to the word of God and understanding the facts that we are talking. ഹല്ലേലൂയ അപ്പോസ്തലപ്രവൃത്തി അതേ അധ്യായം തന്നെ 15-ാം അധ്യായം തന്നെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെക്കുവാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത് If you look into verse 10, it says, now then, why do you try to test the God by putting on the necks of the disciples a yoke that is neither we nor our fathers have been able to bear? Hallelujah. ചുമക്കുവാൻ കഴിയാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെക്കുവാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്തിനാണെന്ന് അവിടെ ചോദിക്കുന്നത് There the question is, why are you putting the yoke which is not able to bear on the necks of the disciples? ചുമക്കാൻ കഴിയാത്ത നുകം പ്രമാണത്തിന്റെ പേര് പറഞ്ഞ് ഉപദേശത്തിന്റെ പേര് പറഞ്ഞ് സഭയെ ദൈവജനത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക If you are trying to bear or put the yoke to the church which are not able to bear, you are making the Holy Spirit have a pain because of us. ക്രിസ്തുവിലുള്ള പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് അഡീഷണലായി കുറച്ച് നുകം കൂടെ വെച്ചുകൊടുക്കുന്നതല്ല ഉള്ള നുകത്തെ കൂടെ എടുത്തു കളഞ്ഞിട്ട് അവനെ സ്വതന്ത്രനാക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരമുള്ള ഒരു ശുശ്രൂഷ ഒരു ജീവിതം Our Holy Spirit does not allow us to have more burden on our necks, but rather the Holy Spirit will take over our burden and free ourselves and free us from all the burdens and the yokes. നിങ്ങൾ ഇന്ന് രാത്രിയിൽ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു I hope you are all with me tonight. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ദേവദാസനെ
ഭയങ്കര ക്ഷീണത്തിലോ രോഗത്തിലോ വലിയ പ്രശ്നത്തിലും ഭാരത്തിലും കൂടെ ക്ഷീണത്തിൽ കൂടെ ഒക്കെ പൊക്കോണ്ടിരിക്കുക. അങ്ങനെ ഇരുന്ന സമയത്ത് അദ്ദേഹം ഒരു വ്യക്തിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. ആ വ്യക്തിയുടെ പേരോ സാഹചര്യം ഒന്നും ഞാൻ പറയുന്നില്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. അന്നേരം അദ്ദേഹം കൊടുത്തൊരു മറുപടി ഇങ്ങനെയാണ്: നിങ്ങൾ ഒരു 3 ദിവസം വെള്ളം പോലും കുടിക്കാതെ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. Last few days before, one of the person called pastor and told, Pastor, I'm very tired, I'm very sick, I am very down, and I need some prayers. And he called somebody to pray. And when that person prayed, he said, you need to fast and pray for 3 days without even drinking water. That was a resolution given after prayer. ആ സിറ്റുവേഷനിൽ അവരുടെ ക്ഷീണത്തിന്റെ പുറത്ത്, ഒട്ടും വയ്യാതിരിക്കെ ക്ഷീണത്തിന്റെ പുറത്ത് ഒരു അധിക ഭാരം കൂടെ അവരുടെ മേൽ വരികയാണ്, അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. If you see this person is already weak and weird. He cannot take any more pain. But then after request for prayer, it was told to pray without even drinking water. That is again a burden getting added on to his sickness. അവരാകപ്പാടെ കൺഫ്യൂസ്ഡ് ആയി. This person is already totally confused after listening to this. ഒന്നാമത് വയ്യ, ഇനി അതിന്റെ കൂടെ എങ്ങനെ ഞാൻ 3 ദിവസം ഉപവസിക്കും? I am already tired. How will I even fast for 3 days and pray? ഇനി ഉപവസിച്ചില്ലെങ്കിൽ രോഗം ഇനി കൂടുവോ, പ്രശ്നം കൂടുവോ? അവര് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയി. After listening to the prayer, he was like still worried. If I don't fast and pray, will this disease of me increase and will I have to suffer more? അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒത്തിരി ആളുകൾ ഇന്ന് രാത്രി ഇതിനകത്ത് ജോയിൻ ആയിട്ടുണ്ട്. I see that there are many confused people have joined this meeting tonight. ഞാൻ ഇനി ഉപവസിക്കാത്തത് കൊണ്ടാണോ, അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ വന്നിട്ടും ഞാൻ ഇനി ഉപവസിച്ച് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടാണോ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെടുന്ന ചില ആളുകൾ ഇന്ന് രാത്രി ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. There are many people in this meeting tonight thinking, is it because that I'm not fasting and praying? Is it because that I'm not praying in the presence of God, my worries and my sickness have increased? ഇവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, വീട്ടിൽ ഇപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും ആഹാരം ഇരിപ്പുണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. Pastor asked this person when he called and told this, he said, is there something in your house that you can eat? ആഹാരമോ വെള്ളം എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. Pastor asked, is there any water to drink or food to eat in your house? അവര് പറഞ്ഞു, ഉണ്ട്, ആഹാരം വെള്ളമൊക്കെ ഇരിപ്പുണ്ട്. This person said, yes, there is food and water available. ഞാൻ പറഞ്ഞു, അത് എടുത്തോണ്ട് വാ, ഒരു പ്ലേറ്റിൽ എടുത്തോണ്ട് വാ. Pastor said, okay, go get that in a plate and come. ഞാൻ യേശുവിന്റെ നാമത്തിൽ ആ ആഹാരത്തെ, ആ ഭക്ഷണത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. Pastor blessed the food and the water and prayed. എന്നിട്ട് ഞാനോട് പറഞ്ഞു, സ്തോത്രം പറഞ്ഞ് കഴിക്കാൻ പറഞ്ഞു. Pastor said, say glory to God and have this food. അവർ സ്തോത്രം പറഞ്ഞ് കഴിച്ചു. അവർ ഹാപ്പിയായി, അവരുടെ ക്ഷീണം മാറി, അവർ സൗഖ്യമായി, അവർ വിടുതലായി. എനിക്കറിയാം, എനിക്കും അവർക്കും ഉണ്ടായതിനെക്കാട്ടിലും അധികം സന്തോഷം പരിശുദ്ധാത്മാവിന്. അത് കണ്ട് പരിശുദ്ധാത്മാവ് സന്തോഷിക്കുക. If you see this, after I prayed, the person had the food and water, he got the energy and he glorified God for what happened. And if you see, after this incident, even the Holy Spirit would have been happy for doing this. ആ രണ്ട് കരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവേ അങ്ങേക്ക് നന്ദി എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. All of you lift up your hands and say, thank you, Holy Spirit. പരിശുദ്ധാത്മാവിന് ഹൃദയമുണ്ട്. The Holy Spirit has a heart. പരിശുദ്ധാത്മാവിന് ദുഃഖിക്കുന്ന ഒരു മനസ്സുണ്ട്. But the Holy Spirit has a saddened soul. പരിശുദ്ധാത്മാവ് എന്താണെന്നും പരിശുദ്ധാത്മാവിന്റെ ഹിതം എന്താണെന്നും അറിയാത്തവർ അതേ പരിശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞ് അതേ പരിശുദ്ധാത്മാവിനെ വെച്ച് തെറ്റായ ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. If you look into the current world, there are many people saying against the Holy Spirit who does not know who is the Holy Spirit or does not know what the Holy Spirit does. There are many talks that is happening against the Holy Spirit. ഇതിന്റെ അർത്ഥം ഉപവാസം വേണ്ടെന്നോ ഉപവാസം തെറ്റാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ആരും ദയവായി ഇതിനെ എടുക്കരുത്. We are not saying that we should not fast and pray. You should not have fasting or anything as such. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. Even I have fasted and prayed. പക്ഷേ ഉപവാസം ഒരു പ്രമാണമായി അടിച്ചേൽപ്പിക്കുന്നതാകരുത്. Your fasting should not be a commandment that is beaten upon you.
അത് നിന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നീ സന്തോഷിക്കുന്നതാകണം ഉപവാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. Your fasting and prayer should be in a concise spirit with your Holy Spirit, and you should be happy and blessed to be in the fasting. അതൊരിക്കലും നിനക്ക് കഠിനമായി തോന്നത്തേയില്ല. അത് നിനക്ക് സിമ്പിൾ ആകും, അത് നിനക്ക് ഹാപ്പി ആകും, അത് നിനക്ക് ബലമാകും ആ ഉപവാസം. When you are fasting according to God's will, it will be a great blessing for you. It will be a great deliverance in your life. ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് രക്ഷയെ, വിടുതലിനെ കഠിനമായി അവതരിപ്പിക്കുന്നതല്ല പരിശുദ്ധാത്മാവ്, അതിനെ ഏറ്റവും സിമ്പിളായി കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. The salvation or the Holy Spirit is not something which is given to you with great difficulty. It is freely available by the Holy Spirit. എന്നാൽ രക്ഷ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കാര്യമല്ല, ഒരു ചെറിയ കാര്യമല്ല. Salvation is not an easy thing to achieve. രക്ഷ എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത, അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഏറ്റവും മഹത്തരമായ അവൻ നേടുന്ന ഒന്നാണ് രക്ഷ എന്ന് പറയുന്നത്. അതൊരു വലിയ സബ്ജക്ട് തന്നെയാണ്. Salvation is a very great subject. It cannot just be achieved just like that. You will have to attain salvation in a greater way. എന്നാൽ ഈ രക്ഷ പ്രാപിക്കുന്നത് സിമ്പിൾ ആയിട്ടാ. But then getting the deliverance of the salvation is easy. അവിടെ നിന്റെ കഠിനാധ്വാനമില്ല, അവിടെ കട്ടി ഉപദേശമൊന്നുമില്ല, അത് സിമ്പിളാ. സെക്കൻഡ് കൊണ്ട് ഒരു മനുഷ്യന് രക്ഷ പ്രാപിപ്പാൻ കഴിയും. ഒരൊറ്റ കാര്യം, യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, യേശു ഇന്ന് ജീവിക്കുന്നു, യേശു വീണ്ടും വരാൻ പോകുന്നു. ഇത് ആര് വിശ്വസിക്കുന്നു, ആ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇത് വിശ്വസിക്കുന്ന അതേ സമയം തന്നെ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുകയാണ്. Salvation is not a difficult thing to achieve, but if you believe that Jesus died for our sins, he rose again from the cross and he is living for us, if you have that and if you say that in your mouth and believe in it, you will be saved. You will have attained, you can achieve that salvation. ചിലര് പറയും, നീ രക്ഷ പ്രാപിക്കണമെങ്കിൽ, നീ വിടുതൽ പ്രാപിക്കണമെങ്കിൽ നീ ഉപവസിക്കുമ്പോഴാ രക്ഷ പ്രാപിക്കുന്നത്, ആഭരണങ്ങളൊക്കെ ഊരുമ്പോഴാ രക്ഷ പ്രാപിക്കുന്നത്, വെള്ളവസ്ത്രം ധരിക്കുമ്പോഴാ, മീശ പഠിക്കുമ്പോഴാ, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് രക്ഷയുടെ കൂടെ ചില സമൂഹം, ചില വ്യക്തികൾ, ചില സെൻട്രൽ പാസ്റ്റർമാരെന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ചില വ്യക്തികൾ അഡീഷണൽ ആയ ചില കാര്യങ്ങൾ കൂടെ രക്ഷയോട് കൂട്ടിച്ചേർത്ത് കഠിന ഉപദേശമാക്കി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു വശത്ത്. If you look into this world currently, there are many prophets, there are many pastors who say that only if you fast and pray, you will attain salvation, or only if you remove your ornaments, or only if you wear white clothes to church, or even if you shave and have a clean shaved face, only if you do these materialistic things, you will attain salvation. There are many teachings in the world currently. അതെല്ലാം ഓരോരുത്തരുടെ തീരുമാനങ്ങളാ, ഓരോരുത്തരുടെ താല്പര്യങ്ങളാ. That is all individual things that they have. രക്ഷയുമായും പരിശുദ്ധാത്മാവുമായും ഒന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല. There is no connection between the Holy Spirit or the salvation to these worldly things. യേശു സിമ്പിളാ. ഒന്ന് ചേർന്ന് പറഞ്ഞു, യേശു സിമ്പിളാ. Jesus is very simple. Can you all together say? യേശു വന്നത് കഠിനമായിട്ടല്ല, ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും എടുക്കത്തക്ക രീതിയിൽ വെയിറ്റ്ലെസ് ആയിട്ട് യേശു നമ്മുടെ മുമ്പിൽ അവതരിച്ചു നിൽക്കുകയാ. Jesus is not a difficult thing to get. Even a small children can feel the love of God or feel the love of Jesus, and it is very easily available. ഏത് മനുഷ്യന്റെ മുമ്പിൽ സിമ്പിളാ യേശു വന്ന് നിൽക്കുക. യേശുവിന് ഇങ്ങനെ സിമ്പിളായി വന്ന ഈ യേശുവിനെ ഇങ്ങനെ സിമ്പിളായി പറയുന്നത്, ഇങ്ങനെ സിമ്പിളായി കൊടുക്കുന്നതുമാണ് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം. Jesus is easily available to all of us. He is easily reachable to all of us. The Holy Spirit also likes it in such a way that which should be easily available and easily achievable to all of us. അതേ അധ്യായത്തിൽ തന്നെ അവര് പറയും, നമ്മൾ തുടക്കത്തിൽ വായിച്ചത് അപ്പോസ്തല പ്രവൃത്തി 15:20 അവര് പറയുന്നത്, അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. That's why in 15:20 it says, for us it seemed to be good that not to burden us with anything beyond the requirements. ചേർന്ന് ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
Let's all say hallelujah together. അനുഷ്ഠിക്കാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം മുമ്പിൽ വെച്ചിട്ട് അധികമായുള്ളതിനെ എടുത്തു കളഞ്ഞു. You have to keep only things that can be done. Rest everything which is difficult to be taken away. നീ വിഗ്രഹാർപ്പിതം കഴിക്കണ്ട, അതിനെ കഴിക്കാതിരിക്കാൻ പറ്റും. രക്തം, ശ്വാസം മുട്ടിച്ചട്ടത്, പരസംഗം എന്നിവ നീ വർജിക്കുക. ഇതേ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാ. എന്നാൽ ഇതിനപ്പുറം ചേർന്ന് പറ, ഇതിനപ്പുറം കഠിനമായത് യാതൊന്നോ നിന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നില്ല, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല, പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നില്ല. അതിനപ്പുറമായ സകല ഏൽപ്പിക്കുന്ന ഉപദേശങ്ങളും പ്രമാണങ്ങളും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. If you see, it says you are abstained from food sacrificed to idol, from blood, from the meat of the strangled animal. It also clearly says Holy Spirit will not allow us to burden us with anything beyond this following requirement. He will not allow us to burden ourselves with anything that is beyond our capability. നിനക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്ന, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പരിശുദ്ധാത്മാവ് നിന്നോട് ആവശ്യപ്പെടത്തുള്ളൂ. അത് ചെയ്യാൻ, അത് നിവർത്തിക്കാൻ അതേ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. The Holy Spirit will only let us do which are capable of within us. It will not allow us to burden ourselves and for us to have a difficult situations. The Holy Spirit understands that it will only allow the things that all of us can bear it in our capability. ചേർന്ന് കരമുയർത്തി വിളിച്ചു പറ, കഠിനമായ ഉപദേശങ്ങൾ നിരത്തി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറ. Please, let us all together say, let us not burden the Holy Spirit with the greatest difficulties. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആളുകൾ പറയുകയാ, നിങ്ങളെ പരിശോധനയേക്കണം, മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ചെയ്യണം, എങ്കിലേ നിങ്ങളുടെ രക്ഷ പൂർണ്ണമാകത്തുള്ളൂ. ചിലര് പറയുകയാ. A few people here, if you see, it says you will have to follow the custom that Moses said. You will have to follow the circumcision and every thought that customs which were followed by Moses. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിപ്രായം, പരിശുദ്ധാത്മാവ് പറയുന്നു അവർക്ക് ചെയ്യാൻ പറ്റാത്ത കഠിനമായി ഇതൊന്നും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഹിതം എന്തെന്ന്, ഇങ്ങനെ പരിശുദ്ധാത്മാവ് എന്തെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. Here, but the Holy Spirit says, do not burden anybody with other than what is their capability. That is how you will know what is the will of the Holy Spirit. The Holy Spirit will not burden us with things that cannot be bared within our capabilities. ചേർന്ന് ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Let us all thank Jesus. Amen. Hallelujah. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I will say one more very important things and we will close down. അതേ അധ്യായം തന്നെ അപ്പോസ്തല പ്രവൃത്തി 15:8-9 വാക്യങ്ങൾ. In the same chapter 15 verse 8 and 9. അവിടെ എഴുതിയിരിക്കുന്നു, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. 8ാമത്തെ വാക്യം. Verse 8 it says, God who knows the heart showed that he accepted them by giving the Holy Spirit to them just as he did to us. അടുത്ത 9ാമത്തെ വാക്യം, വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. In verse 9 it says, he made no distinction between us and them, for he purified their hearts by faith. ഇതാരാ പറയുന്നത്? Whom is he saying this? അപ്പോസ്തല പ്രവൃത്തി 3ാം അധ്യായത്തിൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിൽക്കൽ അമ്മയുടെ ഉദരം മുതൽ മുടന്തായി കിടന്ന ഒരുവനെ സൗഖ്യമാക്കി വീര്യപ്രവൃത്തി ചെയ്ത പത്രോസ് പറയുകയായത്. If you see, whom is he saying these words? These words are told by Peter, who healed the person who was crippled from birth in chapter 3. അപ്പോസ്തല പ്രവൃത്തി 5ാം അധ്യായത്തിൽ അനേക വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത പത്രോസ് താൻ നടന്നു പോകുന്ന വഴിയിൽ തന്റെ നിഴലേലെങ്കിലും ഒന്ന് സ്പർശിക്കാൻ വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്തിരുന്ന അതേ പത്രോസ്
തന്റെ നിഴലിൽ ഇടുന്ന വസ്ത്രം കൊണ്ടിട്ട് സൗഖ്യമാക്കുവാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്ന അതേ പത്രോസ്, ഹല്ലേലൂയ, കാരാഗ്രഹത്തിനകത്ത് കിടന്നപ്പോഴോ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് വെളിയിൽ കൊണ്ടുവന്ന് പുറത്തു നിർത്തി സുവിശേഷം പ്രസംഗിപ്പിച്ച അതേ പത്രോസ് പറയുകയാണ്, നമുക്കും അവർക്കും ലഭിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒന്നാകയാൽ, ഹല്ലേലൂയ, നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്ന്. This Peter, who did many miracles from chapter 5, if he sees, he has healed many, he has healed many persecuted people. There were many people waiting at his footsteps just to follow the shadow that when Peter is walking and to be healed. This Peter, who did such miracles, even in the prison, even in the for the people around him, is saying that there is no distinction between the Holy Spirit and us. ചില ആളുകൾക്കൊന്നും പിടികിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. I guess many of them did not get what I'm trying to say. എന്നാൽ ചിലർ നന്നായി ആത്മാവിൽ ഗ്രഹിക്കുന്നതായി ഞാൻ കാണുന്നു. But I still see there are many who are getting things in spirit. ഇന്ന് 4 പേരുടെ തലവേദന മാറ്റിയാൽ ചില ആളുകൾ പെട്ടെന്ന് അങ്ങ് ഹീറോയാകുക, ചില ആളുകൾ പെട്ടെന്ന് അങ്ങ് വലിയ ആളുകളാകുകയാ. അതേ ആത്മാവിനെ പ്രാപിച്ച, അഭിഷേകം പ്രാപിച്ച ദൈവമക്കളൊക്കെ ഇവരെ വലിയ ആളുകൾ പോലെ, ദൈവത്വത്തെ പോലെ കണ്ടിട്ട് ഇവരുടെ മുമ്പിൽ കാൽക്കൽ വീഴുക. അങ്ങനെ ഒരു കാഴ്ച നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. If you see in today's world, if somebody does a small miracle by getting a headache away, the people are just praising and hovering them, saying that okay, God is working over them, doing great miracle things. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Let's all say glory to God. Amen. ഇന്ന് ആത്മമണ്ഡലത്തിൽ എല്ലാ ഭാഷക്കാരുടെയും എല്ലാ വിഭാഗക്കാരുടെയും വിവിധ രാജ്യങ്ങൾ ഗോത്രങ്ങളുടെ ഇടയിലും ഇങ്ങനെ ഒരു സെപ്പറേഷൻ, ഇങ്ങനെ ഒരു വേർതിരിവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. If you see across the nations, across the community, there are a lot of separations that is happening within the Holy Spirit. വലിപ്പച്ചെറുപ്പങ്ങൾ ഒരു പ്രമാണം എന്നതുപോലെ സഭകളിൽ ആത്മമണ്ഡലങ്ങളിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ട് അങ്ങനത്തെ ഒരു ട്രെൻഡിലായി പൊക്കൊണ്ടിരിക്കുന്നത്. There is small and bigger commandments that has been forcefully laid upon the churches, and there are many things that is being followed by the churches in these days. പരിശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞ് വലിപ്പച്ചെറുപ്പങ്ങൾ സഭയ്ക്കകത്ത് ആത്മമണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക, സംഭവിച്ചുകൊണ്ടിരിക്കുക. There are many things that is told in the name of Holy Spirit, and small and bigger things are being pushed over to the churches, and things have been practiced there. ആ വ്യക്തിക്ക് അവന് ശക്തി കൂടുതലുണ്ട്, അവന് കൃപാവരം കൂടുതലുണ്ട്, അവന്റെ ശക്തമായ പ്രസംഗമാണ്, അവന്റെ നല്ല പാട്ടാണ്, അവന് കുറെ കൂടുതൽ ആൾക്കാരുണ്ട്. അവൻ ആൾക്കാരിടയിലൂടെ പോകുമ്പോൾ രാജാവിനെ കൊണ്ടുപോകുന്നത് പോലെ അവൻ ഇടയിലൂടെ പോകുന്നു. അതേ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന ആളുകൾ ഇവനെ ദൈവം കാണുന്ന പോലെ ഇവന്റെ ചുറ്റും കരയുകയാ, കാൽക്കൽ വീഴുകയാ. അങ്ങനത്തെ ട്രെൻഡ് ഇന്ന് ആത്മമണ്ഡലത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. If you look into the world today, there are many people, anybody does a miracle, or if you feel that, okay, if I do this miracle, there are many people walking around them, lifting them up in all the stages, giving them the priority rather than the Holy Spirit. They prioritize these prophets or people who are doing just miracles to get their name or fame in this world. അങ്ങനത്തെ ഒരു കൾച്ചർ ആത്മമണ്ഡലത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുക. If you see that kind of a culture, just by giving out miracles has been raising up in today's generation. ഈ പാവപ്പെട്ടവരുടെ വിചാരം ഈ പുള്ളി എന്തോ വലിയ ആളാ, ഞങ്ങൾ എന്തോ കുറഞ്ഞ ആളാ, ഞങ്ങൾ എന്തോ ഇവിടെ പുറകെ നിൽക്കുന്ന ചെറിയ ആളാണെന്ന് ഈ പാവപ്പെട്ടവർ വിചാരിച്ചുകൊണ്ടിരിക്കുക. There are many people in the church who did not know or fail to recognize, are thinking that okay, this is somebody who is great, this is somebody whom the God has sent over to heal us, and just praising over it. നിങ്ങൾ എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണേ. Let us all worship the God and said. എനിക്കറിയാം പല ആൾക്കാരും പ്രതീക്ഷിച്ച ഒരു മെസ്സേജ് അല്ല ഇന്ന് രാത്രി കേട്ടോണ്ടിരിക്കുന്നേ. Many of you would have come with great expectation, but then today's message wouldn't have come up to your expectation level. എന്നാൽ പരിശുദ്ധാത്മാവ് എന്താണെന്നും പരിശുദ്ധാത്മാവിന്റെ ഹൃദയം എന്താണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. But you should realize that who is Holy Spirit, what is Holy Spirit, and how Holy Spirit is talking to you should be understood. കരമുയർത്തി വിളിച്ചു പറ, പരിശുദ്ധാത്മാവിനൊരു വേർതിരിവില്ല. Let us all lift up our hands, say that there is no distinction or separation in Holy Spirit.
ഈ പറയുന്ന ആളിനെ, ഈ പറയുന്ന പത്രോസിനെ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ഭാവന കണ്ട്, ഈ പറയുന്ന പത്രോസിനെ just imagine this Peter in today's generation or today's circumstances. ഈ കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ഭാവന കാണണം. ഒരു ദേവാലയ ഗോപുരവാതിക്കൽ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരാൾ ഇരിക്കുന്നു, ചെന്ന് ആത്മാവിൽ കൈവച്ച് അവനെ എഴുന്നേൽപ്പിക്കുന്നു, അവനെ സൗഖ്യമാക്കുന്നു. ഈ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ഭാവന കണ്ടാട്ടെ. Just imagine Peter in today's generation, and there is a temple, and then Peter healing the crippled man, lifting him up and doing miracles and things like that. ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ നടന്നു പോകുന്ന വഴിയിൽ അവന്റെ നിഴലെ തൊടാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്നത് നിങ്ങളുടെ ഭാവനയൊന്ന് കണ്ടാട്ടെ. Just imagine a person walking and people waiting in queue just to get his shadow fall upon them. ഇതൊന്നും തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ എടുക്കരുത്. നിങ്ങൾ ഈ മെസ്സേജിന്റെ യഥാർത്ഥ വശത്തിലോട്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കൊണ്ടുവരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I'm not saying these things are wrong, but I'm helping you to understand the depths of the Holy Spirit here. ആ നിഴലിൽ ഇടുന്ന വസ്ത്രമെടുത്ത് രോഗിയുടെ മേൽ കൊണ്ടിടാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് വേണ്ടി അങ്ങനെ കാത്തിരിക്കുന്ന ഒരാൾ, നിങ്ങളൊന്ന് ഭാവന കണ്ടു, ഒന്ന് വിഷൻ കണ്ടാട്ടത്. If you imagine when Peter was walking, people were waiting with clothes to put on a shadow, thinking that the clothes put on a shadow will be a healing to many. Can you imagine that kind of a situations in today's world? എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ ഈ കാലഘട്ടത്തിൽ അത് അടുത്തൊരു വലിയ മാർക്കറ്റായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്ന, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന ഒരു ആത്മഗോളത്തിലാ, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. But I'm not telling that everybody should imagine this, but then if you see in today's world, these things have become a marketplace because anybody doing such great miracles is being lifted up so high, and these things are becoming a burden to the Holy Spirit. Holy Spirit is feeling saddened about these things happening. പിന്നെ ആളുകൾ തന്നെ ചിന്തിക്കുന്നു, ഞങ്ങൾ എത്രയോ കുറഞ്ഞ ആൾക്കാര്, അദ്ദേഹം എത്രയോ വലിയ ആൾക്കാര്. എന്റെ അടുത്ത് ഇടയ്ക്ക് ഒരാള് പറഞ്ഞതാ, ഒരു ദൈവപുരുഷൻ പറഞ്ഞതാ, പരിശുദ്ധാത്മാവിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞതാ, ഞാനൊക്കെ ഒരു ഉണക്ക കരിവാട്, തിരുവനന്തപുരം ഭാഷയിലാ, തിരുവനന്തപുരത്തുകാരൻ ഒരാളാ പറഞ്ഞേ, അവിടെ ഈ ഉണക്കമീന് കരിവാടെന്നാ പറയുന്നത്, ഞാനൊക്കെ വേറൊരു ഉണക്ക കരിവാട്. ആ പുള്ളി എത്രയോ വലിയ ആളാ ഒരു മനുഷ്യൻ പറയുകയാ. ഹല്ലേലൂയ. The last time I heard a pastor who is in Holy Spirit saying to me, I am just like a dry fish, but look at that person, he is great and mightier and doing many miracles. എന്നാ ഇത്രയും ചെയ്ത, ഇത്രയും ഉപയോഗിക്കപ്പെടുന്ന പത്രോസ് പറയുകയാ, നമുക്ക് അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന്. But look at Peter doing such great miracles and healing people. He is just saying there is no separation between me and Holy Spirit. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ തന്നെയാ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്ത് സാക്ഷിയായിട്ട് നിന്നത്. പത്രോസ് പറയുക, Peter is saying God has given the purified heart for the same way he has given it to me, even to the others. ഇന്ന് രാത്രിയിൽ ചിന്തിച്ച് നമ്മൾ തുടർന്ന് ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാ. We are going to pray for some time in this tonight. പരിശുദ്ധാത്മാവിന് വലിപ്പ ചെറുപ്പങ്ങളില്ല. The Holy Spirit does not have a size bigger or smaller. പരിശുദ്ധാത്മാവെന്ന വ്യക്തിത്വം ദൈവത്വം പറയില്ല, അവൻ വലിയ ആള്, നീ ചെറിയ ആള്, അവൻ വലിയ ആള്, നീ ചെറിയ ആള്. ഇത് പരിശുദ്ധാത്മാവിന്റെ അഭിപ്രായമല്ല, ഇത് മതമാണ്, ഇത് മതത്തിന്റെ കൺസെപ്റ്റ് ആണ്. ആ മതത്തിന്റെ ചിന്തയിൽ നിന്നും കൾച്ചറിൽ നിന്നും ഇന്ന് രാത്രിയിൽ സഭ ദൈവജനം പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. It is not the Holy Spirit who is distincting or separating the things from bigger to smaller, but it is the current community that is building up the people who are higher or the lower class. Let the people of God come out from this description. ആ രണ്ട് കരങ്ങളും ഉയർത്തി യേശുവിനെ നന്ദി പറഞ്ഞാട്ടെ. Let us all lift up our hands and say thank you, Father. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. Let us all close our eyes before his presence. വർഷങ്ങൾ പരിശുദ്ധാത്മാവ് എന്താണെന്ന്, പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം എന്താണെന്ന്, പരിശുദ്ധാത്മാവിന്റെ ഹൃദയം എന്താണെന്ന് വർഷങ്ങൾ പ്രസംഗിച്ചാലും തീരത്തില്ല. കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ എന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ എത്ര ഡയറികൾ എഴുതി തീർത്താലും തീരത്തില്ല. ഇതെങ്ങനെ പ്രസംഗിച്ചീർക്കണമെന്ന് എനിക്കറിയത്തില്ല. ഇത് 4-5 സെഷൻ കൊണ്ട് പ്രസംഗിച്ച് തീർക്കാൻ പറ്റിയതുമല്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ ഒന്ന് അനുഭവിച്ചറിയത്തക്ക രീതിയിൽ ദൈവാത്മാവ് എല്ലാവരോടും ഇടപെടട്ടെ.
this topic of Holy Spirit, even if you preach years and years and years together, will not get over. There are different types of Holy Spirit that is going to touch upon us. Even when Pastor was praying in his bedroom, the God spoke to him in many ways. And even if he preached several days, the Holy Spirit things cannot be explained. But let the people of God come through it and believe in Holy Spirit and walk according to it. ക്രിസ്തു തലയായിരിക്കുന്നു, അവന്റെ ശരീരമാകുന്ന സഭ. അതിൽ എല്ലാ അവയവങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് സ്വർഗം വെച്ചിരിക്കുന്നത്. അതിനകത്തിൽ ഏറ്റക്കുറച്ചിലുകളില്ല. ഒരാൾ വലുത്, ഒരാൾ ചെറുത്. ഈ കൺസെപ്റ്റ് പൊളിയട്ടെ. ഇത് കണ്ട് ഒരു വശത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാ. Christ is the head of the church, and church is the body of the Christ. Let the people in the church have the same feeling. There should not be any discrimination, or there should not be any distinction between the people of church, and let everybody be in the same affirmation. എല്ലാ കരങ്ങളും ഉയർന്നു നിൽക്കട്ടെ. Let's all raise up our hands. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. Let's all lift up our hands and close our eyes in the presence of God. എല്ലാവരും ശബ്ദമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചാട്ടെ. Let's all shout out and say, Holy Spirit. ശബ്ദമുയർത്തി അത് തന്നെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എല്ലാവരും ശബ്ദമുയർത്തി എന്ന് വിളിച്ചാട്ടെ. ഒന്ന് വാതുറന്ന് പറ, ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് നന്നായി ഒന്ന് അറിയണം. Let us all open our mouth and say, I need to know the Holy Spirit in a better way. പരിശുദ്ധാത്മാവിന്റെ കൊതി എന്താണ്? എന്നെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം എന്താണ്? ഈ പരിശുദ്ധാത്മാവ് എന്താണെന്ന് എനിക്ക് നന്നായി അറിയണം. നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. Let us all say, lift up our voice and say, I need to know who the Holy Spirit is. I need to feel the Holy Spirit. I need to I need to find this Holy Spirit within me. Let us all open our eyes and mouth and say, Holy Spirit, come fill it with me and help me to feel the presence of the Holy Spirit tonight. മതം, സംഘടനകൾ, വ്യക്തികൾ ഈ പരിശുദ്ധാത്മാവിനെ തെറ്റായ രീതിയിൽ, കഠിനമായ രീതിയിൽ, മറ്റെന്തോ രീതിയിൽ അവതരിപ്പിച്ചു നിർത്തിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി നീ പറ, മതം പറയുന്നതല്ല, വ്യക്തികൾ പറയുന്നതല്ല, ഈ പരിശുദ്ധാത്മാവ് എന്താണെന്ന് അങ്ങ് തന്നെ ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തണമേ. അങ്ങ് തന്നെ ഞങ്ങളെ അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കി തരണമേ. എല്ലാവരും വാതുറന്ന് പറഞ്ഞാട്ടെ. Let us all lift up our voice and say, it is not what the community says, it is not what the people talk about what is Holy Spirit, but it is God who is going to talk to each one of us and help us to understand the Holy Spirit in a very better way. Let us all open our mouth and ask God, send your Holy Spirit within me and help me to feel thy presence in thy Holy Spirit, Lord. Amen. പരിശുദ്ധാത്മാവിനെ കുറിച്ച് സഭയിൽ ചിലരുടെ ഉള്ളിൽ കയറിക്കൂടിയ തെറ്റായ ചില ചിന്തകൾ കണ്ട് ദുഃഖിക്കുകയാ ദൈവത്തിന്റെ ആത്മാവ്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പിൽ പറയുകയാ, ഞാൻ ഇതല്ല, ഞാൻ ഇങ്ങനെയല്ല, നിങ്ങൾ എന്നെ നന്നായി നിങ്ങൾ അറിയുക. The Holy Spirit is currently burdened with your thoughts about Holy Spirit, the negative thoughts about Holy Spirit. The Holy Spirit is burdened over this and says, I am not a Holy Spirit who is going to be above your yoke which cannot be burdened. But then I say it is freely available. I am a Holy Spirit who is freely achievable to all of you. Ask God for the Holy Spirit right now. ഹല്ലേലൂയ. നിങ്ങൾക്ക് വഹിക്കാൻ പറ്റാത്ത, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത, നിങ്ങൾക്ക് അനുഷ്ഠിപ്പാൻ പ്രയാസമായതൊന്നും അടിച്ചേൽപ്പിക്കുന്നത് ഞാനല്ല, അതെന്നിൽ നിന്നും പുറപ്പെടുന്നതല്ല. മുഖമെടുത്തു കളയുന്നതാ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. Currently it says your Holy Spirit is speaking to you. Holy Spirit is saying, I am not something which is above your burden. I am not something which is going to be a burden for any one of you. But then I am a Holy Spirit who is going to take away the yoke which is on you and free yourselves from all the burden. Amen. Oh, hallelujah.
ശബ്ദമുയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ Our dear loving Heavenly Father, we thank you, Jesus. സഭ, അങ്ങയുടെ ജനം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടുകൂടെ സന്തോഷിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് കേൾക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി സംസാരിക്കട്ടെ. Let the people of God, let the church listen to you, O Lord, and listen according to thy word and speak about you, O Lord Master. പരിശുദ്ധാത്മാവ് എന്താണെന്ന്, പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തെ അറിഞ്ഞ് ജീവിക്കുന്ന, സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടമായി അങ്ങയുടെ ജനം യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവാകുന്ന തലയോളം സകലത്തിലും വളരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Lord Jesus, I pray that let the church, let the people of God know who is Holy Spirit, feel the Holy Spirit, feel the freedom of Holy Spirit, and walk according to the will of Holy Spirit, O Lord Master. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന എല്ലാ ചിന്തകള്, എല്ലാ ഉപദേശങ്ങള്, അങ്ങനത്തെ എല്ലാ കാഴ്ചപ്പാടുകള് സഭയിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ മാറിപ്പോകട്ടെ. Let all the thoughts, let all the burden which is burdening the Holy Spirit go away from the people and the church right now. ഒരു സ്വസ്ഥതയുടെ രാത്രിയാക്കി, ഒരു ജീവന്റെ രാത്രിയാക്കി ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ മാറ്റിയതിനായി സ്തോത്രം ചെയ്യുന്നു. We believe that tonight is going to be a freedom night. It's going to be a life-giving tonight, O Lord Master. ഞാൻ കാണുന്നു ഒത്തിരി പേര് ഉള്ളത്തിൽ ദൈവാത്മാവുമായുള്ള വലിയ ബന്ധത്തിനകത്തോട്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കയറ്റുന്നത് ഞാൻ കാണുകയാണ്. I'm seeing that there are many people who is getting the Holy Spirit into thy hearts right now. Amen. ഇന്ന് രാത്രി ഒത്തിരി പേര് സ്വതന്ത്രമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. Let all the people be freed in Holy Spirit right away. ആത്മാവിൽ ഇവർ ജീവിക്കട്ടെ. Let them live by the Spirit. പരിശുദ്ധാത്മാവിൽ ബലശാലികളായ നിന്റെ ജനം വളരട്ടെ. Let them be strengthened by thy Holy Spirit, O Lord Master. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരി മുറിവുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു നല്ല സ്നേഹിതനായി, ഒരു ഉറ്റമിത്രമായി, ഒരു നല്ല കൂട്ടുകാരനായി, ഒരു നല്ല ദൈവത്വമായ ഒരു വ്യക്തിയായി നിന്റെ അരികിൽ ഇറങ്ങി നിന്ന് ഹൃദയത്തിനേറ്റ ഒത്തിരി മുറിവുകളെ പരിശുദ്ധാത്മാവ് ചികിത്സിച്ച് സൗഖ്യമാക്കുന്നത് ഞാൻ കാണുന്നു.
Right now, when I'm praying, I see that many wounds, many difficult wounds have been healed like a friend. The Holy Spirit is beside you like a friend, like a person who is in need, in trouble. He is right now beside you, taking away all your wounds that is in your burdened heart. ഒത്തിരി പേര് റിഫ്രഷ് ആകുന്നത്, ആത്മാവിൽ പുതുക്കം പ്രാപിക്കുന്നത് ഞാൻ കാണുന്നു. I see many of you are getting refreshed in the Holy Spirit. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 4.5 വർഷക്കാലമായി എല്ലാവരും ദൈവത്തെ ശക്തിയോടെ സ്തുതിച്ചുകൊണ്ടിരിക്കണേ. കഴിഞ്ഞ 4.5 വർഷക്കാലമായി ആത്മീയ ജീവിതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ശക്തമായി കരമടിച്ച് ആരാധിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായ ഒരു ആത്മീക സന്തോഷം ഇതുവരെ അനുഭവിക്കാൻ പറ്റാതെ ആത്മാവിൽ പിരിമുറുക്കം പോലെ അസ്വസ്ഥതപ്പെട്ട് നിൽക്കുന്ന ഒരു സഹോദരിയും ഇന്ന് രാത്രി ശക്തമായി ഡെലിവർ ആകുന്നത്, വിടുവിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവ് എന്താണെന്ന്, ആ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തെ തൊട്ട നിങ്ങൾ ഇന്ന് രാത്രി മുതൽ പരിശുദ്ധാത്മാവിലുള്ള യഥാർത്ഥമായ സന്തോഷം അനുഭവിച്ചു തുടങ്ങുന്നത് ഞാൻ കാണുകയാണ്. Amen, Jesus. I see tonight our sister from last 4.5 years have been praising God, have been singing songs and clapping hands and praising God. But it's somewhere inside the burden or the fact that she's been going through the trouble is being healed and delivered tonight in this meeting. നീ പറയുന്നു, യേശുവേ കഴിഞ്ഞ 4.5 വർഷമായി ഞാൻ ഈ വിഷയത്തിന്റെ മേൽ ഉപവസിക്കുകയാ, പ്രാർത്ഥിക്കുകയാ, കണ്ണുനീരൊഴുക്കുകയാ, പക്ഷെ എനിക്ക് വിടുതലില്ല. എന്നാൽ ഇന്ന് രാത്രി ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള, ദൈവത്വത്തെ കുറിച്ചുള്ള നിന്റെ ധാരണയെ മാറ്റി ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇന്ന് രാത്രി ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വിടുതൽ കൽപ്പിക്കുകയാണ്. Jesus. Tonight, if you see from last 4.5 years, sister, you have been praying in tears, crying out, asking God, fasting and praying and asking God, God, will there be no deliverance for my things that I've been praying for? But tonight, if you believe that Holy Spirit is in you, through the Holy Spirit, within a second, your things, your prayer requests are all been healed and delivered in the name of Jesus. Oh, hallelujah. 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 We thank you, Jesus, for delivering and healing the people. അത്ഭുത വിടുതലുകൾ നിന്റെ ജനത്തിന്റെ മേൽ അയച്ചതിനായിട്ട് സ്തോത്രം. We thank you, Jesus, for delivering the people, delivering the sick people, sending out miracles tonight, O Lord Jesus. ഈ രാത്രിയിൽ തുടർന്നും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ശക്തമായ വെളിപ്പാടുകളും സ്വർഗീയ ദർശനങ്ങളും നിന്റെ ജനത്തിന്റെ മുമ്പിൽ ദൈവാത്മാവ് തുറക്കുന്നതിനായിട്ട് സ്തോത്രം. Thank you, Jesus, for sending out the miracles, sending out the revelation of Holy Spirit to the people of God tonight, O Lord Jesus. ഇവരെ ഞാൻ യേശുവിൻ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. I bless everyone in Jesus' name. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി ആമേൻ എന്ന് പറഞ്ഞാട്ടെ. Jesus' name, amen, amen, amen. Hallelujah.